ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പാലക് മഷ്റൂം മസാലയാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാംസ് മിൽക്കി മഷ്റൂം ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം തിളച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ചേർത്തൊന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. പാനിൽ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ജീരകം ചേർക്കാം. ജീരകം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. സോട്ടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുത്ത് കഴിഞ്ഞ് മിക്സറിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി ഇടുക. കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്യാം. അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്ത മഷ്റൂം ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഹാഫ് ബോയിൽ ചെയ്ത ഒരു പൊട്ടാറ്റോ കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. പാലക്ക് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് ചൂടായ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം 3-4 ഗാർലിക് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ സലാമി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സലാമി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സോസേജ് തന്നെയാണ്. ക്യൂർ ചെയ്തെടുത്ത സോസേജാണ് സലാമി. സോസേജിനേക്കാളും കുറച്ച് സൈസ് കൂടുതലുണ്ടാവും. എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞളൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നേരത്തെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർക്കാം. കുറച്ച് ചൂടുവെള്ളം പേസ്റ്റാക്കിയ മിക്സിയിലേക്ക് ആഡ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. ഇനി അരച്ച് വെച്ചിരിക്കുന്ന പാലക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 5 to 6 ടേബിൾ സ്പൂൺ പാലക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/4 സ്പൂൺ പെപ്പർ, 1/4 സ്പൂൺ ചാറ്റ് മസാല, കുറച്ച് കസ്തൂരി മേത്തി കൂടെ ചേർക്കാം. നമ്മളിത് കുക്ക് ചെയ്യും തോറും ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് റെഡ്യൂസ് ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ കറിയുടെ തിക്നെസ് അനുസരിച്ച് നമുക്ക് കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 2-3 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അങ്ങനെ പാലക് മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമുക്കിത് പുലാവിൻ്റെ കൂടെ, ഫുൽക്ക, ചപ്പാത്തി, പൊറോട്ടയുടെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജ് ഡിഷും കൂടെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണും വരെ ബൈ.